ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. നമ്മൾ 3 കസിൻസ് കൂടിയിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് പുറത്ത് പോയതും അടിച്ചു പൊളിച്ച കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എന്ന് പറയുമ്പോൾ അതിരാവിലെ ഒന്നല്ല കേട്ടോ, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുമായിട്ടാണ് പോകുന്നുള്ളത്. ഒന്ന് എൻ്റെ കസിനാണ്, പിന്നെ ഒന്ന് അറിയാലോ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇപ്പോൾ കണ്ണൂരേക്കാണ് കേട്ടോ പോകുന്നുള്ളത്. രാവിലെ മുതലേ വീഡിയോ എടുക്കണം എന്നല്ല ഉണ്ടെങ്കിലും പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ, ആ ഒരു തിരക്കുകൊണ്ട്. പിന്നെ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ആക്കുന്നത്, പക്ഷെ നടക്കലേ ഇല്ല. എൻ്റെ കസിന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്ക് ഈ സൺഡേ ആണ് ഈ എന്താ പറയുക ലീവ് ഉള്ളൂ. പിന്നെ അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ നേരെ സ്റ്റുഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത്. അതെപ്പോഴും അങ്ങനെയാണ്. കണ്ണൂർ ആദ്യം തന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് വരിക. ഒന്നും എടുക്കാനൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറാമെന്നുള്ള രീതിയിൽ അങ്ങനെ എവിടെയും ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് നേരെ കണ്ണൂരേക്ക് പോവാം. അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതിൻ്റെ കസിന് എന്തായാലും ഒരു ഡ്രസ്സ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. മുന്നേ ഞങ്ങൾ സ്റ്റുഡിയോയിലെല്ലാം വരുമ്പോൾ ഇവിടെ വലിയ കളക്ഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് വന്ന് നോക്കുമ്പോൾ നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൈൻഡിൽ വന്ന് നോക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ച് വന്നാൽ ഒന്നും കിട്ടില്ല, എടുക്കണ്ടെന്നെല്ലാം വിചാരിച്ച് വന്നാലാണ് എന്തെങ്കിലുമെല്ലാം നല്ല കാണുക. പിന്നെ കണ്ട എന്തായാലും എടുത്തു പോകാൻ എടുക്കില്ല. പിന്നെ ഞാൻ അധികം വീഡിയോയിലും പറയലുണ്ട്, എനിക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ റഷ്യയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ അധികം അങ്ങനെ യാത്രയൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്തോ ഒരു പോലെയാണ്. എവിടെയെങ്കിലെല്ലാം പെട്ടെന്ന് ഇത്രയും കാലം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ അടങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ കുറേ ദിവസമായി നമ്മളിങ്ങനെ പ്ലാൻ ആക്കുന്നത്. ഇതെന്തായാലും നടക്കില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇന്നങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൗച്ചിൻ്റെ ആ ഒരു കളറും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. പിന്നെ വിചാരിച്ച് ഏതായാലും വേണ്ടാന്ന്. പിന്നെ അത് ഈ ഒരു ഹീൽസ് ഉണ്ടാ, ഇത് നല്ലപോലെ ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇനി ചെരുപ്പ് എടുത്തിട്ട് വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ കയറ്റൂല, അത്രയ്ക്കും ചെരുപ്പുണ്ട്. പിന്നെ ഈ അധികം ചെരുപ്പുള്ളത് ദാരിദ്ര്യമെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇതൊന്നും എന്തായാലും എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കൂലേ, എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം ഇങ്ങനെ നോക്കി നടക്കാമെന്നെല്ലാം വിചാരിച്ച്. ഇവിടെ തന്നെയില്ലേ ഇപ്പോൾ ചെരുപ്പിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല നല്ല മോഡലെല്ലാം ഉണ്ട്. പൊതുവേ ഇവിടെ അങ്ങനെ കാണലില്ല, കുറവാണ്. നമ്മൾ ഈ കോഴിക്കോടെല്ലാം പോയാലാണ് സ്റ്റുഡിയോയിൽ നല്ല സെലക്ഷൻ ഉണ്ടാകുക. ഇവിടെ അങ്ങനെ വലിയ രസമായിട്ട് ഒന്നും ഉണ്ടാവില്ല, വലിയ കാര്യമായിട്ട്. അപ്പോൾ നമ്മളിവിടെ കുറേ കാലമായി വരാത്ത. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ടോപ്പ് കണ്ട് 3 പേർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ടായിട്ട് വരുന്നതുണ്ട്, ലോങ് മാക്സി ഡ്രസ്സില്ലേ അങ്ങനെയും വരുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെയാണല്ലോ, ഒരു തുണിയിൽ തന്നെ അവർ പീസ് പീസായിട്ട് ചെയ്ത് വെക്കൂലേ, ഷോർട്ടും ലോങ്ങും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ 3 പേരും കൂടിയിട്ട് ഇത് എടുക്കുക എന്നെല്ലാം പറയുന്നുണ്ട്. നല്ല രസമുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ 3 പേരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വെച്ചെന്നെല്ലാം പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും ഇത് എടുക്കുമെന്നുള്ള മട്ടിലായിട്ടാ, അത്രയ്ക്കും ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ 3 പേരും എടുക്കാമെന്നെല്ലാം പറയുമ്പോൾ നല്ല രസമുണ്ടാവില്ലേ.
പിന്നെ വേറെയും ഇങ്ങനെ ഡ്രസ്സ് നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൺഫ്യൂഷനായി. നോക്കുമ്പോഴെല്ലാം നല്ല തന്നെയാണ്, എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ വേറെ നോക്കുമ്പോൾ ഇത് നല്ല രസമുണ്ട്, ഇതും കൂടി നമുക്ക് എടുക്കാമെന്നുള്ള മറ്റും ഇങ്ങനെ പറയുന്നുണ്ടേനു. ഫൈനലി ഇതൊന്നും എടുക്കൂല കേട്ടാ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചെരുപ്പുണ്ട്, നല്ല രസമുണ്ടേനു. വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടേനു കേട്ടോ കാണാൻ. പക്ഷേ ഇട്ട് നോക്കുമ്പോൾ ഇല്ലേ, എന്താ പറയുക, ഭയങ്കര ടൈറ്റ്. എന്നിട്ട് അതിൻ്റെ ഒരു സൈസും കൂടി ഞാൻ എടുത്ത് നോക്കി, പക്ഷെ അതും ടൈറ്റ്. എല്ലാം ഒരു ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ. അങ്ങനെ അതെല്ലാം ആയതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടെങ്കിലും കാണാൻ. പിന്നെ അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെരുപ്പ് നമ്മൾ എടുക്കാൻ പോകുന്നില്ല, അങ്ങനെ അതെടുത്തിട്ടില്ല. പിന്നെ എൻ്റെ കസിനില്ലേ, മുഫീദാനെ നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ച് മുമ്പ് നമ്മൾ ഫാമിലിയിലായിട്ട് ഒരു ട്രിപ്പ് പോയില്ലേനു, വയനാട് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഡ്രസ്സെല്ലാം ഇങ്ങനെ വെറുതെ നോക്കുന്ന തന്നിട്ടാ. ഇതൊന്നും എടുക്കാനല്ല, ജസ്റ്റ് വെറുതെ കുറച്ച് വീഡിയോ എടുക്കാനും. പിന്നെ നമ്മൾ ഏതായാലും വന്നതല്ലേ, അപ്പം പിന്നെ ഞാൻ ഹംദനെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഹംദക്ക് പറ്റിയ ഒരുപാട് ഡ്രസ്സുണ്ട്, ഇതുപോലെ കോളായിട്ടിരുന്നില്ലേ, അത് സെറ്റ് അതും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരുപാട് കളറും എന്താ പറയുക, മോഡലും എല്ലാം നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഈ വൈറ്റ് എനിക്ക് ഇഷ്ടമായിന്, ഹംദക്ക് അത് ഇഷ്ടമായിന്. പക്ഷേ വൈറ്റ് ഒക്കെ കുറേ ഉണ്ട്, അപ്പോൾ ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു ഡാർക്ക് കളറില്ല, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇഷ്ടമായിന്. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളെല്ലാം ആയതുകൊണ്ട് എവിടെയും അങ്ങനെ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കണ്ടേരം ഒന്ന് എടുത്തതേ ഉള്ളൂ. ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ആ ഡ്രസ്സ് 3 പേരും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്തിറങ്ങിയരാന്നേ എന്താ ഈ ഒരു ഡ്രസ്സ് കണ്ടിന്. അപ്പോൾ പിന്നെ ഇത് ഇട്ട് നോക്കി, ഇതും ഇഷ്ടമുണ്ട്, ഇതും എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വൈറ്റും കണ്ട്. ഇതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൺഫ്യൂഷനായി ഇതിലേത് എടുക്കണമെന്നുള്ളത്. എന്തായാലും ഈ വൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിന് മുമ്പ് ഇട്ട് നോക്കിയ ആ ഒരു ബ്ലാക്ക് പോലത്തെ ഇല്ലേ, അതും സെലക്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ കയ്യിൽ എടുത്ത് വെച്ച ആ സംഭവം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഇഷ്ടമായ 2 സെലക്ട് ആക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങലാന്ന്. ഒരുപാട് നേരം അവിടെ നിന്നിന് കേട്ടോ നമ്മൾ. പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിന് മുമ്പ് മഴ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കറക്റ്റ് ഇറങ്ങുമ്പോൾ വലിയ മഴ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് നമ്മൾ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വിശന്ന് തലവേദനയും എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയായിന്. 3 പേരും കൂടിയിട്ട് കുറേ നേരം സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡിനെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ലൈം, നല്ല തണുത്ത ലൈമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് അത് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അത്രക്കും കഴിയാത്ത പോലെ ആയിരുന്നു നമ്മൾ. ഇനി ഒരു അടിയും നടക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറി. പിന്നെയാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സും അല്ലെങ്കിൽ കസിൻസ് നമ്മളെ വൈബിലുള്ള ആളെ കൂടെ പുറത്തെല്ലാം പോകുമ്പോൾ ഇല്ലേ, നല്ല രസമാണ് കേട്ടോ. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു അന്ന്. പിന്നെയാണെങ്കിൽ ഞാനും മുഫീദയും പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. എപ്പോഴും ഒന്നിച്ച് എല്ലാ ദിവസവും നമ്മൾ കണ്ട് കളിച്ച് അങ്ങനെ വളർന്ന ആൾക്കാരായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു അകൽച്ച പോലെ ആയിട്ട് ഇപ്പം വീണ്ടും പഴയതുപോലെ ആയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ എന്താ പറയുക, പറഞ്ഞാലും തീരാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഴയ കാര്യങ്ങളും അതെല്ലാം അന്ന് വലിയ സംഭവങ്ങളാണെങ്കിലും ഇന്ന് പറഞ്ഞിട്ട് ഓർത്ത് ചിരിക്കാനെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം പിന്നെ 3 പേരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിക്കലാണ്. ഒരാൾക്ക് ഇന്നത് എന്നില്ല, നമ്മൾ 3 ആളും കൂടിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതേനു.
അങ്ങനെ ഫുഡൊക്കെ ഏകദേശം കഴിച്ച് കഴിഞ്ഞേരം ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ബോട്ടിൻ്റെ ഷേപ്പുള്ള ഒരു ആംബിയൻസ് എല്ലാം ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. മുകളിൽ നമ്മൾ ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഈവനിങ് ടൈമാണ് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ കയറി കാണണം എന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ ഫുള്ള് ബോട്ടിലിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് പിന്നെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ നല്ല മഴക്കാറെല്ലാം ഉണ്ടായിരുന്നു. എന്തെല്ലോ പ്ലാൻ ആക്കിയിട്ടാണ് ഞങ്ങൾ വന്നിന്, കുറേ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിരുന്നു. പിന്നെ ആ തിര വരുന്ന ആളുമ്പോൾ തന്നെയില്ലേ നല്ല ടെൻഷനാകുന്നുണ്ട്. കാര്യം അത് അമ്മാതിരി ഒരു വരവാണ് വരുന്നുള്ളത്, നല്ല സ്പീഡിലാണ് കേട്ടോ വരുന്നത്. അപ്പം നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാകുന്ന രീതിയിലുള്ള. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ മാത്രമാകുമ്പോൾ അത് വലിയ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർമ്മയുള്ള ടൈമെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം വിട്ടു പോയിട്ടുണ്ട് കേട്ടോ കുറേ. അങ്ങനെ ഞങ്ങളൊരു ബീച്ചിൻ്റെ ഒരു സൈഡിൽ അറ്റത്തേക്ക് നടന്നു പോകാന്ന്. അവിടെ ആകുമ്പോൾ വലിയ ആളും തിരക്കൊന്നുമില്ല. അങ്ങനെ അവിടേക്കാണ് നടന്നു പോകുന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മഴ പെയ്ത്. പിന്നെ വേഗം തന്നെ അവിടുന്ന് പോകാനായിട്ടാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് നേരം തലശ്ശേരിയിലേക്ക് പോകണം. എന്തിനാന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്നുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരി ബസ്സിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ തലശ്ശേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. തലശ്ശേരി ഹണി കേക്കില്ലേ, അവിടേക്കാണ് കേട്ടോ വന്നിന്. ഇവിടേക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ തലശ്ശേരിയിലേക്ക് വന്നിട്ടുള്ളത്. മുന്നേ ഞാനിവിടെ വന്നതിൻ്റെ വീഡിയോയിൽ ഞാൻ ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചാനൽ തുടങ്ങിയ പാടുമാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ മറ്റേ 5-in-1 ടോട്ട് കേക്കില്ലേ, ഇപ്പം അതിൻ്റെ ട്രെൻഡിങ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അതൊക്കെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി, ഇരിട്ടിയിലൊന്നും എവിടെയും. അപ്പം പിന്നെ ഞങ്ങൾ ഏതായാലും കണ്ണൂർ വരുന്നുണ്ട്, അപ്പോൾ തലശ്ശേരിയിലും കൂടി പോയിട്ട് അത് വാങ്ങിയിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ് കേട്ടോ. തലേന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സാധനം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ അതിവിടെ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഹണി കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹണി കേക്ക് കഴിക്കുന്നത്. അങ്ങനെ അത് കഴിച്ച് പിന്നെ നമ്മൾ ഇവിടുത്തെ ഇപ്പം വെറൈറ്റി സ്പെഷ്യലായിട്ട് വന്ന ഈ ഒരു സംഭവം പുലാവോ അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. ഫുള്ളും ചീസും പിന്നെ ചിക്കനും അങ്ങനെയെല്ലാം ആയിട്ട് സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇനി ഇവിടെ വന്നാൽ അത് ഓർഡർ ആക്കുമോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാര്യം മസ്ത് കിട്ടിയിട്ട് അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തും കേട്ടോ. അതുവരെ നമ്മൾ ഓക്കെ ചെയ്യുന്നു, അത് കഴിച്ച് കഴിഞ്ഞാലും പിന്നെ ഫുള്ള് മൂടും പോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്കൊന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സ്പെഷ്യലായിട്ട് വന്ന വേറൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഡ്രീം കേക്കും വാങ്ങിയിട്ട് പോക്കാന്ന്. എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ ഡ്രീം കേക്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഏതായാലും വാങ്ങുമ്പോൾ നല്ല തന്നെ വാങ്ങാന്നുള്ള രീതിയിൽ ഇവിടെ വന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ. പൊതുവെ എനിക്കിഷ്ടമായിന്.
കണ്ടാ പോലെ കൂടെ പറ്റും നേടിയെടുത്ത് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കാൻ. ഇതെല്ലാം പറയുന്ന കേട്ടാൽ എല്ലാവരും വിചാരിക്കും വട്ടാന്ന്. പക്ഷേ നമ്മളിപ്പോൾ ഏതായാലും എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചല്ലേ. അപ്പോൾ എനിക്ക് ഇതേപോലെ ഇപ്പോൾ വരികയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും അങ്ങനെ തലശ്ശേരിയിലേക്കും കൂടി വരാമെന്ന് വിചാരിച്ച് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ബസ് കയറി മട്ടന്നൂർ വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടന്നൂർ ഒരു ഷോപ്പിൽ നിന്ന് ഇവക്ക് പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കസിന് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന്. നല്ല ലേറ്റായിട്ടുണ്ട്. എന്തായാലും ഇല്ലേ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വലിയ രസമായിട്ടൊന്നും തോന്നില്ല. ഞാൻ മനസ്സിലായി ഞാൻ എല്ലാ കാര്യമൊന്നും ഇതിലെടുത്തിട്ടില്ല. പിന്നെയാണെങ്കിൽ മെയിനായിട്ടൊരു കാര്യം തന്നെ നമ്മളിന്ന് ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തത് എന്നല്ലാണ്ട് നമ്മളാരും വേറെ ഒന്നിനും ഒന്ന് ഓൺലൈനിൽ വരെ അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവില്ലേ നമ്മൾ എടുത്ത ഫോട്ടോ അപ്പം തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക. ഇതൊന്നുമില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അങ്ങനെ മട്ടന്നൂരിൽ നിന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന്. അങ്ങനെ ഏകദേശം ഒരു 9 മണി ആയിരം തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയ പാടും തന്നെ ഹംദ കേക്ക് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മെൽട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തലശ്ശേരിനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ല, അപ്പോൾ അതിൻ്റെ ചെറിയ ഇതെല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടുക. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക കേട്ടോ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.